ഈശ്വമിശായിക്സതി എല്ലാവർക്കും നമസ്കാരം. ഇപ്രാവശ്യം ഞാൻ ക്രിസ്ത്യാനികൾ വഴി ലോകത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി പറയാം. ക്രിസ്ത്യൻ സമൂഹം കേരളത്തിലും ഇന്ത്യയിലും ലോകം മുഴുവനിലും ആരോഗ്യ സാമൂഹിക സേവന വിദ്യാഭ്യാസ മേഖലയിൽ കനത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും ആധുനിക രീതിയിലുള്ള കോളേജുകളും യൂണിവേഴ്സിറ്റികളും തുടക്കം കുറിച്ച് ക്രിസ്ത്യൻ സഭകളാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ധാരാളം സംഭാവനകളുണ്ട്. അർപ്പണമുള്ള സന്യസ്തരും വൈദികരും ധാരാളമുണ്ട്, സാധാരണക്കാരും ധാരാളമുണ്ട്. വളരെ ചുരുക്കി പറയാം. ശാസ്ത്രത്തിൽ ധാരാളം യുക്തിവാദികളുണ്ടെങ്കിലും വിശ്വാസികളും ധാരാളമുണ്ട്. ലൂയി പാസ്റ്റർ, ഐസക് ന്യൂട്ടൺ, റോബർട്ട് ബോയൽ, കെപ്ലർ, ജോർജ് ഗ്രിഗർ മണ്ടൽ കത്തോലിക്ക പുരോഹിതൻ ആയിരുന്നു, ജനതീയശാസ്ത്രത്തിൻ്റെ പിതാവ്. പിന്നെ ECG സുദർശനൻ, അദ്ദേഹം മലയാളിയാണ്, ശാസ്ത്രജ്ഞനായിരുന്നു. കമ്പ്യൂട്ടറിൽ ആദ്യമായി മലയാള ഫോണ്ട് 1989 ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്ലാശ്ശേരി ഫോണ്ട് ചെയ്തതോ കത്തോലിക്ക പുരോഹിതൻ ജോർജ് പ്ലാശ്ശേരിയാണ്. കത്തോലിക്ക പുരോഹിതൻ ഫാദർ ഡാമിയൻ AD 1899 കുഷ്ഠരോഗികൾക്കായി ജീവൻ ബലി കൊടുത്തു. ഗ്രഹാം സ്റ്റെയിൻസ് കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിച്ചു, ഒറീസയിൽ രക്തസാക്ഷിയായി. അദ്ദേഹത്തെയും പിഞ്ചുകുട്ടികളെയും മതതീവ്രവാദികൾ ജീവനോടെ ചുട്ടിരിച്ചു 1999. അതുപോലെ വയോധികനും പാർക്കിൻസൺ രോഗിയുമായിരുന്ന സ്റ്റാൻസാമി ഇന്ത്യയിൽ ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് യാതൊരുവിധ മാനുഷിക പരിഗണനയും ലഭിച്ചില്ല. മദർ തെരേസ കുഷ്ഠരോഗികളിൽ പ്രവർത്തിച്ചു. മാക്സിമിലിയൻ കോൾബെ പോളണ്ടിൽ നാസി ജയിൽ തടവറയിൽ കിടന്നു വേറെ തടവുകാരനെ വിട്ടുകെട്ടാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്തു. സിസ്റ്റർ റാണി മരിയ, മലയാളി, മധ്യപ്രദേശിലെ ഇൻഡോറിൽ 1995 രക്തസാക്ഷിയായി. ആദിവാസികളുടെ ഇടയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുകയായിരുന്നു. ആളുകൾക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ പിന്നെ ദീർഘകാലം അടിമകളാക്കി വെക്കാൻ പറ്റില്ല. ജന്മിമാർ സമരീന്ദർ സിംഗ് എന്നയാളെ വാടകയ്ക്കെടുത്തു. അയാൾ ബസ് തടഞ്ഞു നിർത്തി സിസ്റ്ററിനെ കുത്തിക്കൊന്നു. പിന്നീട് അയാൾക്ക് മാനസാന്തരം വന്നു. അയാൾ കേരളത്തിൽ വന്ന സിസ്റ്ററുടെ മാതാപിതാക്കൾ കണ്ടു. അവർ അയാളോട് ക്ഷമിച്ചു. മേഴ്സി എന്ന ദയാഭായ് മധ്യപ്രദേശിൽ ആദിവാസികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ധാരാളം സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് നടത്തി. റാണിമരിയെ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. കേരളത്തിൽ ക്രിസ്തുമതം തുടക്കം മുതൽ തന്നെയുണ്ട്. കേരളത്തിലെ പുരാതന സുറിയാനി നസ്രാണി ക്രിസ്ത്യൻസ്, പ്രധാനമായും സീറോ മലബാർ, മലങ്കര, ഓർത്തഡോക്സ്, മാർത്തോമ, യാക്കോബായ, കൽദായ നസ്രാണി ക്രിസ്ത്യൻസ്, പുരാതന സുറിയാനി നസ്രാണി ക്രിസ്ത്യൻസ് ആണോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യമായി വിദേശ മൈക്കോൽമയ്ക്കെതിരെ സമരം നടത്തുന്നത് AD 1653. അന്ന് നടന്ന കൂനിൻകുരിശ് സത്യം. ഇന്ത്യയിൽ നടന്ന മിക്ക സമരങ്ങളും ഏതെങ്കിലും മതത്തിൻ്റെ ഇതിൽ നിന്നാണ് തുടങ്ങിയത്. പക്ഷെങ്കിൽ ഈ സമരം മാത്രം സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി എണ്ണപ്പെട്ടിട്ടില്ല. പോർട്ടുഗീസുകാർ ഇന്ത്യയിൽ വരുമ്പോൾ ക്രിസ്ത്യാനികളെ കണ്ടപ്പോൾ അവർക്ക് അത്ഭുതമുണ്ടായി. അവരുടെ ആരാധന ഭാഷയായി സുറിയാനി അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മാത്രമല്ല എന്നാൽ നസ്രാൻ ഈശോയുടെ അനുയായികൾ. നസ്രാനികൾ ഉപദേശം സ്വീകരിച്ചിരുന്നത് സിറിയയിൽ നിന്നാണ്. ഇടയ്ക്ക് പുരോഹിതർ വന്നുപോയിരുന്നു. അക്കാലത്ത് യൂറോപ്പിൽ പ്രാർത്ഥനയ്ക്ക് ലത്തീൻ ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. നസ്രാനികളെ നിയന്ത്രിക്കാനും അധികാരം വർദ്ധിക്കാനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോർട്ടുഗീസുകാർ ശ്രമം തുടങ്ങി. അവരാദ്യം സിറിയയിൽ നിന്ന് വന്നിരുന്ന പുരോഹിതരെ തടയാൻ ശ്രമിച്ചു. നസ്രാനികളുടെ പുരാതന സുറിയാനി ഗ്രന്ഥങ്ങൾ കത്തിച്ചു. സുറിയാനി മറ്റ് ലത്തീൻ ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. സഹിച്ചുമെടുത്ത നസ്രാനികൾ AD 1653 മട്ടാഞ്ചേരി പള്ളിയിൽ ഒത്തുകൂടി. കൽക്കുരിശിൽ നീളത്തിൽ വടം കെട്ടി എല്ലാവരും വടത്തിൽ പിടിച്ചു സത്യം ചെയ്തു, മേലിൽ പോർട്ടുഗീസുമായി ബന്ധമില്ല. ഇതാണ് കൂനിൻകുരിശ് സത്യം. അന്നുവരെ ഒന്നായിരുന്ന നസ്രാണി ഭാഷയുടെ അധികാരത്തിൻ്റെ പേരിൽ രണ്ടായി, സുറിയാനി, ലത്തീൻ. കുറേ പേർ റോമിൻ്റെ ആധിപത്യം അംഗീകരിച്ചു, കുറേ പേർ സിറിയയുടെ അംഗീകാരത്തിൽ തന്നെ നിലനിന്നു. പിന്നീട് ധാരാളം രാജ്യങ്ങൾ വന്നു, മിഷനർമാർ വന്നു, ധാരാളം പേർ ക്രിസ്തുമതം സ്വീകരിച്ചു. പുറനാടുകളിൽ സഭ പിളർന്നു, നാട്ടിലും പിളർപ്പുണ്ടായി. കേരളത്തിൽ ജാതിയാധിപത്യം ശക്തമാകുന്നത് AD 7-8 നൂറ്റാണ്ട് മുതലാണ്. ആദ്യ നൂറ്റാണ്ടിൽ കേരളത്തിൽ ജാതി വ്യവസ്ഥയിലായിരുന്നു. ഏറ്റവും വലിയ തെളിവ് സുറിയാനി, നസ്രാണി, ക്രിസ്ത്യാനി. ജാതി എന്നാൽ ഓരോ ജോലിക്കും ഓരോ ജാതി. നസ്രാണി അന്നും ഇന്നും എല്ലാത്തരം ജോലിയും ചെയ്യും. ഏത് നസ്രാണിക്കും പുരോഹിതനാകാം. എന്നാൽ പോർട്ടുഗീസുകാർ വന്നതിന് ശേഷം മതം മാറിയവരിൽ ജാതി വ്യവസ്ഥ കാണാം. AD 7-8 നൂറ്റാണ്ടോടെ കേരളത്തിൽ ജാതി വ്യവസ്ഥ ശക്തമായി വന്നു. നമ്പൂതിരി മുങ്ങി നസ്രാണി എന്നത് പറയുന്നത് ഒരു പൊങ്ങച്ചം മാത്രമാണ്. ആദ്യ നൂറ്റാണ്ടിൽ അന്ന് നിലനിരുന്ന എല്ലാ ജനവിഭാഗങ്ങളിലും പെട്ടവരും ക്രിസ്തുമതം സ്വീകരിച്ചു. അവരിൽ കുറച്ചുപേർ ബ്രാഹ്മണരും കാണും. മാത്രമല്ല BC സമയം വന്ന യഹൂദരിലെ ലേവി ഗോത്രമാണ് നാട്ടിൽ ബ്രാഹ്മണരായി മാറിയത്. പക്ഷേ അവരുടെ സാന്നിധ്യം ആദ്യ നൂറ്റാണ്ടിൽ കേരളത്തിൽ കുറവായിരുന്നു. 7-8 നൂറ്റാണ്ടോടെയാണ് വൻതോതിൽ കേരളത്തിൽ ബ്രാഹ്മണർ വരുന്നത്. AD സമയം ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിൽ വരുമ്പോൾ
ഉയർന്ന ജാതികൾക്ക് മാത്രം സ്വാതന്ത്ര്യം, ഭൂരിപക്ഷം ജനങ്ങളും ആളുകളും അടിമകളായി കഴിയുന്ന അവസ്ഥ, എല്ലാ അറിവുകളും സംസ്കൃതത്തിൽ എഴുതി വെച്ചു, സാധാരണക്കാരെ പഠിക്കാൻ അനുവദിച്ചില്ല, അറിവുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് ആളുകളെ അടിമകളാക്കി വെച്ചിരുന്നു. ക്രിസ്ത്യൻ മിഷണറിമാർ ഭൂരിപക്ഷം ഇന്ത്യൻ ഭാഷകൾക്കും പുനർജീവൻ കൊടുത്തു, പുതിയ ഭാഷകൾ നിർമ്മിച്ചു, ഡിക്ഷണറികൾ, ഗ്രാമറുകൾ നിർമ്മിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ ഭാഷകളിൽ പഠിക്കാൻ സാഹചര്യമൊരുങ്ങി. അനേകം നായകർ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ മുഴുവൻ ഉയർന്നു വന്നു. AD 1947 ഇന്ത്യ സ്വതന്ത്രമായി. AD 1875 സാമുവൽ ഹെൻറി കൊല്ലക് ലിപിയിലായിരുന്ന 12 സെൻട്രൽ ഇന്ത്യൻ ഡയലക്ട്സ് മിക്സ് ചെയ്ത് ഹിന്ദി ഭാഷ നിർമ്മിച്ചു. വില്ലിംഗേരി വലിയ സാമൂഹ്യ പ്രവർത്തകൻ, മിഷനറി. AD 1817 കന്നഡ, 1812 തെലുങ്കു, പഞ്ചാബി, 1805 മറാഠി ഗ്രാമർ നിർമ്മിച്ചു. ജോസഫ് ബെസ്കി വീരവമുനിവർ തമിഴ് ഭാഷ ലളിതമാക്കി സാധാരണക്കാർക്ക് വായിക്കാവുന്ന രൂപത്തിലാക്കി. ജോസഫ് വോൺ സോംബ്രൻ ടൈലർ 1867 ഗുജറാത്തി ഗ്രാമർ നിർമ്മിച്ചു. ഹെർമൻ ഗുണ്ടർട്ട് മലയാള ഡിക്ഷണറി തയ്യാറാക്കി. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ പള്ളി പണിതാൽ പള്ളിക്കൂടം പണിയണം എന്ന ആശയം നടപ്പിലാക്കി കേരളത്തിൽ വിദ്യാഭ്യാസ വിപ്ലവം നടന്നു. അതിനുശേഷമാണ് കേരളത്തിൽ മറ്റു നവോത്ഥാന നായകന്മാരും പ്രസ്ഥാനങ്ങളും വരുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ വിദ്യാഭ്യാസ വിപ്ലവം നടത്തി. കേരളത്തിൽ നിന്നുള്ള പ്രധാന സ്വാതന്ത്ര്യ സമര സേനാനികൾ TV തോമസ്, AJ ജോൺ, PT ചാക്കോ, TM വർഗീസ്, CM സ്റ്റീഫൻ, വെല്ലിംഗ്ടൺ, KM ചാണ്ടി, ചെറിയാൻ ജേക്കപ്പൻ, DC കിഴക്കമ്പറി. അദ്ദേഹം DC ബുക്സിന്റെ സ്ഥാപകൻ കൂടിയാണ്. KC മാമനമാപ്പിള മനോരമയുടെ സ്ഥാപകൻ. അക്കമ്മ ചെറിയാൻ തിരുവിതാംകൂറിലെ ചാൻസറാണി എന്നറിയപ്പെടുന്നു. ആനി മസ്ക്രീൻ, റോസമ്മ പുന്നൂസ്, അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് വൈക്കസത്താഗത്തിൽ പങ്കെടുത്തു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം പിന്മാറി. ഹോം റൂൾ പ്രസ്ഥാനത്തിലും പങ്കെടുത്തിരുന്നു. കോൺഗ്രസ് ഡെലിഗേറ്റായി ബ്രിട്ടനിൽ ചർച്ചയ്ക്ക് പോയിട്ടുണ്ട്. T ടൈറ്റസ് ദണ്ഡി ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയുടെ കൂടെ പങ്കെടുത്ത ആൾ. KV പത്രോസ് എന്നയാൾ പുനഃപ്രവേശന സമരത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാവാണ്. ഉമ്മൻചാണ്ടി, AK ആന്റണി മുഖ്യമന്ത്രിമാർ ആയിരുന്നിട്ടുണ്ട്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ: കാളിചരൺ ബാനർജി, ഹരേന്ദ്ര കുമാർ മുഖർജി വെസ്റ്റ് ബംഗാൾ, മധുസൂദനൻ ദാസ് ഒറീസ, ജോസഫ് ബാപ്റ്റിസ്റ്റ, നാരായൺ വാമൻ റാവു തിലക് മഹാരാഷ്ട്ര, ജോവാക്കിം ആൽവ, ജെറോം A സൽദാന കർണാടക, അമൃത കൗർ ഉത്തർപ്രദേശ്, JC കുമാരപ്പ, KT പോൾ തമിഴ്നാടു. പണ്ഡിത രമബായി വലിയ സാമൂഹിക പ്രവർത്തകർ, സ്ത്രീകളെ ഉയർത്താൻ വളരെയധികം ശ്രമിച്ചു. അവരുടെ അറിവിനെ മാനിച്ചു കൽക്കട്ട യൂണിവേഴ്സിറ്റി അവർക്ക് AD 1878 കൽക്കട്ട യൂണിവേഴ്സിറ്റി ഒരു പണ്ഡിത എന്ന് വിളിച്ചു. ഒരു കത്തോലിക്ക പുരോഹിതൻ, കാത്തലിക് പ്രീസ്റ്റ്, ജെറോം ഡിസൂസ വലിയ എഴുത്തുകാരനായിരുന്നു, എഡ്യൂക്കേഷനിസ്റ്റായിരുന്നു. മെമ്പർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി AD 1946 മുതൽ 50 വരെ. അതുപോലെ മദ്രാസ് രാജഗോപാലാചാര്യ മിനിസ്ട്രിയിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിരുന്നു പ്രൊഫസർ CJ വർക്കി. അതുപോലെ വിദ്യാഭ്യാസ വിദഗ്ധരായിരുന്നു പ്രൊഫസർ MB പോൾ, ഡോക്ടർ MV പൈലി, ജോസഫ് മുണ്ടശ്ശേരി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ മന്ത്രി ജോൺ മത്തായി. പിന്നെ അദ്ദേഹം ധനമന്ത്രിയുമായി. ആദ്യ SBI സൗത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയർമാനുമായിരുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഫൗണ്ടർ MC ജോൺ ആണ്. ഫെഡറൽ ബാങ്കിന്റെ ഫൗണ്ടർ KP ഹോർമിസ് ആണ്. വിക്ടർ മെനസിസ്, അദ്ദേഹം ഒരു ഫേമസ് ഇന്ത്യൻ ബാങ്കറാണ്. അദ്ദേഹം മഹാരാഷ്ട്ര. അദ്ദേഹം 2 പ്രാവശ്യം സിറ്റി ബാങ്കിന്റെ വൈസ് ചെയർമാനായിരുന്നു. തോമസ് കുര്യനാണ് റിച്ചസ്റ്റ് CEO ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഗൂഗിൾ ക്ലൗഡിന്റെ CEO ആണ്. റൂബിൾ ചാണ്ടി, അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്ക് 90 Days to Life അത് ഫേമസ് ആണ്. അദ്ദേഹം ബിസിനസ്സിലെ ധാരാളം മോട്ടിവേഷൻ വീഡിയോസ് അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. സണ്ണി വർക്കി, GM എഡ്യൂക്കേഷന്റെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, വൺ ഓഫ് ദി വേൾഡ്സ് ലാർജസ്റ്റ് പ്രൈവറ്റ് സ്കൂൾ ഓപ്പറേറ്റേഴ്സ് സ്റ്റാർട്ടഡ് ഇൻ ദുബായ്. AV2 ഗ്രൂപ്പ് സ്ഥാപകൻ AV തോമസ് ആണ്. പ്ലാന്റേഷന്റെ ഫസ്റ്റ് ഇന്ത്യൻ ഉടമയാണ് അദ്ദേഹം. ആദ്യത്തെ പ്ലാന്റേഷൻ കമ്പനിയുടെ ഉടമയാണ് അദ്ദേഹം. ആദ്യ മലയാള സിനിമാ സംവിധായകൻ MC ദാനിയേലാണ്. നവോദയ അപ്പച്ചൻ, ചെറുപുഷ്പം കൊച്ചേട്ടൻ ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരാണ്. ഗുജറാത്തിൽ ഗവൺമെന്റ് വഴി ധവളവിപ്ലവം സൃഷ്ടിച്ച ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ത്യയിൽ ആദ്യമായി സഞ്ചാര പുസ്തകം എഴുതി 1875 പാറമക്കൽ തോമാക്കത്തനാർ വർത്തമാന പുസ്തകം ലോകം മുഴുവൻ കൺമുമ്പിലെത്തിക്കുന്ന സന്തോഷ് ജോർജ് കുളങ്ങര. മഹാകവി കട്ടക്കയത്തിൽ ചെറിയ മാപ്പിള. കവയത്രി സിസ്റ്റർ നേരി മെനിഞ്ച. വൃക്ക് ദാനം ചെയ്തും ചെയ്യാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ഡേവിസ് ചെർമേലച്ചൻ. കലാഭവൻ ആബേലച്ചൻ. പാലാപിതാവ് മുരിക്കനും വൃക്ക് ദാനം ചെയ്ത ആളാണ്. അനേകം സാധാരണക്കാർക്ക് സിനിമാ രംഗത്ത് അവസരമൊരുക്കി പുണ്യപുരുഷൻ ആണ് ആബേലച്ചൻ. കലാഭവൻ വഴി അദ്ദേഹം ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. സാമൂഹ്യ സേവനം നടത്തുന്ന ധാരാളം വൈദികർ, സന്യസ്തർ, സാധാരണക്കാർ. സാധു കൊച്ചുകുഞ്ഞു ഉപദേശി, തേവർപ്പറമ്പൽ കുഞ്ഞച്ചൻ. പാലായിൽ അനേകർക്ക് നല്ല മരണത്തിന് അവസരം ഒരുക്കി കൊടുത്തിരുന്ന കൈപ്പമ്പളക്കളച്ചൻ. മനോരോഗികളെ നോക്കുന്ന പാലായിലെ മരിസേവനം നടത്തുന്ന സന്തോഷ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട രോഗികൾക്ക് നവജീവൻ വഴി ഭക്ഷണ സൗജന്യമായി ഒരുക്കുന്ന തോമസ് ചേട്ടൻ. സാധാരണക്കാർക്ക് വായനാ ലോകത്ത് കൊണ്ടുവന്ന മുട്ടത്ത് വർക്കി. നെടുമ്പാശ്ശേരി വിജയകരമായി പൂർത്തിയാക്കിയ VJ കുര്യൻ സാർ, ജസ്റ്റിസ് കുര്യൻ ജോസഫ്, കൊച്ചോസോസ് ചിറ്റൽപ്പള്ളി, കിത്തക് സാബു, ആലുക്കാസ്, ജോസ്കോ, ചെമ്മണ്ണൂർ, മുത്തൂറ്റോ,
OEM ലിമിറ്റഡ് ഇന്ത്യ വിജയകരമായി നടത്തുന്ന അന്ന പമ്മില മാത്യു എറണാകുളത്താണ് ഈ പ്രസ്ഥാനം. അനേകർക്ക് ജോലി കിട്ടുന്നുണ്ട്. വളരെ നന്നായി പോകുന്ന പ്രസ്ഥാനമാണ്. അത് ഇന്ത്യയിലും ലോകം മുഴുവനും ഫേമസ് ആണ്. ഇപ്പോൾ ഇത് റിലേയും ഇലക്ട്രോ മെക്കാനിക്കൽ സാധനങ്ങളും നിർമ്മിക്കുന്ന കമ്പനിയാണ്. കേരളത്തിൽ കാർഷിക വകുപ്പിൽ നടത്തിയ മുരിക്കൻ പാടങ്ങൾ ഉടമ ജോസഫ് മുരിക്കൻ. തിരുവിതാംകൂർ ബാലരാമവർമ്മ മന്ത്രിസഭയിൽ അംഗമായിരുന്ന തച്ചിൽ മാത്തുത്തരകൻ അദ്ദേഹം മന്ത്രിയായിരുന്നു, വലിയ വ്യവസായിയായിരുന്നു. രാജാവിനെ പോലും സാമ്പത്തികമായി സഹായിച്ചു. പക്ഷേ ടിപ്പു പടയോട്ടം നടത്തിയപ്പോൾ രാജാവിനെ പോലും സാമ്പത്തികമായിട്ട് സഹായിച്ചു. പക്ഷേ വൻ വ്യവസായിയായിരുന്നു. പക്ഷേ അധികാരത്തിൽ വന്ന വേലുത്തമ്പി ദളവ തച്ചനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടച്ചു. മലമ്പാമ്പിനോടും മലമ്പനിയോടും മല്ലിട്ടോ കാർഷിക വിപ്ലവം നടത്തിയ ധാരാളം പേർ. ലോകം മുഴുവൻ പുഞ്ചിരിക്കുന്ന മുഖവുമായി പ്രത്യക്ഷപ്പെടുന്ന മാലകമാർ, നേഴ്സുമാർ. പിന്നെ സ്പോർട്സ് രംഗത്തും ധാരാളം പേരുണ്ടോ. മേരികോം വേൾഡ് മെഡൽ ഇൻ അമേച്വർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 6 times. ജിമ്മി ജോർജ് ഗ്രേറ്റ് വോളിബോൾ പ്ലെയർ. അഞ്ജു ബോബി ജോർജ് വൺ ബ്രോൺസ് മെഡൽസ് ഇൻ ലോങ് ജംപ് വിത്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് അത്ലറ്റിക്. തുമ്പയിലെ വിക്രം ഫാരാവേ സെൻറ്ററിന് വേണ്ടി സ്വന്തം പള്ളിയും പരിസരങ്ങളും സന്തോഷപൂർവ്വം വിട്ടുകൊടുത്ത കേരളത്തിലെ ലത്തീൻ ക്രിസ്ത്യൻ സമൂഹം. പിന്നെ കേരളത്തിലും ധാരാളം IAS IPS ഉദ്യോഗസ്ഥരുണ്ടോ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അൽഫോൻസ് കണ്ണന്താനം ആണ്, മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു. അതുപോലെ അന്നച്ചാണ്ടി ആദ്യ വനിതാ ഹൈക്കോടതി ജഡ്ജി. അന്ന മൽഹോത്ര ആദ്യ വനിതാ ഹൈക്കോടതി ജഡ്ജി. അന്ന മൽഹോത്രയാണ് ആദ്യ വനിതാ IAS വനിതാ ഓഫീസർ. മിസൈൽ വനിത എല്ലാവർക്കും അറിയാം, ഡോക്ടർ ടെൻസി തോമസ്. അപ്പം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.